ഇവിടെ പിന്നെ 11 മണിയോടുകൂടി സ്കൂൾ അങ്കണത്തിൽ മൃതദേഹം കൊണ്ടുവരും. ഇവിടുത്തെ പൊതുദർശനം കഴിഞ്ഞ് 12:30 ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം 4 മണിക്ക് ശേഷം അടക്കം നടക്കും എന്ന നിലയിലാണ്. യഥാർത്ഥത്തിൽ വളരെ വേദനാജനകമായ ഇതാണ്. ഞങ്ങളെല്ലാം തന്നെ വലിയ കുറ്റബോധത്താൽ തലതാഴ്ത്തി നിൽക്കുന്ന അവസ്ഥയും കൂടാണ് എന്നുള്ളതാണ്. ഒരാളും കടന്നു ചെല്ലാത്ത ഒരു ഭാഗത്തു കൂടിയാണ് ആ കുട്ടി നിർഭാഗ്യവശാൽ അങ്ങനെ കാല് കവച്ച് വെച്ച് കടന്നിറങ്ങിയതാണ്. ആരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നുവരെ അങ്ങനെ ആ കുട്ടികൾ ആരും റീച്ച് ചെയ്യാത്ത ഒരു മേഖലയാണ്. സംഭവിച്ചു പോയി എന്നതാണ്. അതിന്റെ കുറ്റബോധം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഒന്നാമത് ഇത് സ്കൂളിന്റെ പുറകുവശമാണ്. പിന്നെ അതിന്റെ താഴെ ഷെഡ് കെട്ടിയത് ഇപ്പോഴൊന്നും കെട്ടിയതല്ല, 7-8 വർഷം മുമ്പ് കെട്ടിയതാണ്. അത് PTA തീരുമാനം അനുസരിച്ചാണ്. അന്നത്തെ PTA എല്ലാം അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഓരോ വർഷവും ഞങ്ങൾക്ക് ഫിറ്റ്നസ് തരുന്നതല്ലേ, അന്നെല്ലാം ഇത് പരിശോധിക്കില്ലേ. ആരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നേ മനസ്സിലാക്കാൻ കഴിയും. ഈ അടുത്ത സമയത്ത് KSEB ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അന്നേരം അവരുടനെ അതിനകത്ത് കേബിൾ ആക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ നടക്കുന്നതിന് മുമ്പേ അത്യാഹിതം സംഭവിച്ചു പോയി. അതാണ്, അതിന്റെ ദുഃഖത്തിലാണ് ഞങ്ങളെല്ലാവരും. എന്തായാലും ആ കുടുംബത്തിന് വന്നിട്ടുള്ള ദുഃഖം ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല.